ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കർത്താവിന്റെ ശബ്ദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് സഹോദരൻ വിൻസെന്റ് റാഫേൽ, തൃശൂർ. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. നാം വായിച്ച വേദഭാഗത്ത് യേശുവിനെ നല്ല ഇടയനായും ആ നല്ല ഇടയനെ അനുഗമിക്കുന്നവരെ ആടുകളായും ചിത്രീകരിക്കുന്നു. യേശുവാണ് നല്ല ഇടയൻ. ഈ കർത്താവിനെ അനുഗമിക്കുന്ന ആടുകളായ നമ്മെ കർത്താവ് സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. കർത്താവ് ഇടയനും നാം ആടുകളായും തീർന്നിരിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ആടുകളെ കാവൽ ചെയ്ത് സൂക്ഷിപ്പാൻ ചുറ്റും വേലികെട്ടി വേർതിരിച്ച സ്ഥലമാണ് ഇവിടെ ആട്ടിൻ തൊഴുത്ത് എന്ന് പറയുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും അവയ്ക്ക് രാത്രിയിൽ വിശ്രമിപ്പാനും ആട്ടിൻകൂട്ടങ്ങളെ ഈ തൊഴുത്തിൽ സൂക്ഷിക്കുന്നു. ആട്ടിൻ തൊഴുത്തുകളുടെ പ്രവേശന സ്ഥലത്ത് സുശക്തമായ ഒരു വാതിലുണ്ടായിരിക്കും. ഈ വാതിലിലൂടെയാണ് ആടുകൾ പ്രവേശിക്കുന്നതും പുറത്തു പോകുകയും ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന്. വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ എന്നും കർത്താവ് പറയുന്നു. യഥാർത്ഥ ഇടയൻ്റെ ശബ്ദം മാത്രമേ ആടുകൾ തിരിച്ചറിയുന്നുള്ളൂ എന്നും കർത്താവ് പറയുന്നു. ആത്മീയ നേതാക്കളെന്നും ഇടയന്മാരെന്നും പറഞ്ഞ അനേകർ യഹൂദജാതിയുടെ ഇടയിൽ എഴുന്നേറ്റിട്ടുണ്ട്. അവരിൽ പലരും സ്വയം മശിഹയെന്നും പറഞ്ഞ് അവതരിച്ചവരുമാണ്. എന്നാൽ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച പോലെയല്ല ഈ മശിഹമാരുടെ ആഗമനം. ഈ ആളുകൾ കേവലം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. തങ്ങളുടെ അല്ലാത്തവയെ മോഷ്ടിക്കുന്നവരാണ് കള്ളന്മാർ. മോഷ്ടിക്കുവാൻ വേണ്ടി വിപ്ലവങ്ങൾ നടത്തുന്നവരെ, പ്രവർത്തനങ്ങൾ നടത്തുന്നവരും കവർച്ചക്കാർ എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു വന്നവനാണ് എന്നാണ്. ഈ ആടിനെ കണ്ടെത്തിയ ഇടയൻ അതിനെ ചുമലിലെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ യേശുവാണ്, ഈ കർത്താവാണ് യഥാർത്ഥ ഇടയൻ. ഈ കർത്താവിൻ്റെ ശബ്ദമാണ് ആടുകൾ കേൾക്കുന്നത്, അനുസരിക്കുന്നത്. ഈ ഇടയൻ ആടുകളെ ഓടിക്കുകയല്ല, നടത്തുകയാണ് ചെയ്യുന്നത്. ഇടയൻ സഞ്ചരിക്കാത്ത വഴികളിലൊന്നും ആടുകളെ നടത്തുന്നില്ല. ആടുകളുടെ മുൻപിൽ ഈ ഇടയനുണ്ട്. വീണ്ടും ജനനത്താലെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ആടുകൾ അവനെ അനുഗമിക്കുന്നു. ഇവിടെ ഇടയൻ്റെ ശബ്ദമായി നമ്മുടെ കർത്താവിൻ്റെ ശബ്ദത്തെ പറഞ്ഞിരിക്കുന്നു. ആ കർത്താവിൻ്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നു, അനുസരിക്കുന്നു, ഇടയൻ്റെ പിന്നാലെ നടക്കുന്നു. അവയ്ക്കെപ്പോഴും തങ്ങളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഇടയൻ്റെ ശബ്ദം മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. അന്യരുടെ ശബ്ദത്തിന് അപരിചിതർക്ക് ഈ ആടുകൾ ഒരിക്കലും ചെവി കൊടുക്കുന്നില്ല. കർത്താവിൻ്റെ ഈ ലോക ജീവിത കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യഹൂദന്മാരുടെ മധ്യേയുള്ള യഥാർത്ഥ ആടുകൾ ഈ മശിഹയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു, കർത്താവിനെ അനുഗമിച്ചു. സുവിശേഷത്തിൽ പലയിടത്തും നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നതായി കാണാം. കർത്താവ് 12 പേരെ
തൻ്റെ ശിഷ്യന്മാരായും അപ്പോസ്തലന്മാരായും ഇരിപ്പാൻ വിളിച്ചു. കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവർ അനുസരിച്ചു. കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവനെ പിൻപറ്റിയവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, അവർ രക്ഷിക്കപ്പെട്ട ആ നിമിഷം തുടങ്ങി തൻ്റെ വീണ്ടെടുപ്പുകാരൻ തങ്ങളെ എവിടെയെല്ലാം നടത്തുന്നുവോ അവിടെയെല്ലാം നടക്കുവാനുള്ള, പോകുവാനുള്ള ഒരു തൃഷ്ണ, ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാകുന്നു. നാം യഥാർത്ഥ ഇടയൻ്റെ ശബ്ദം കേട്ട് അവനെ മാത്രം അനുഗമിക്കുന്ന നിമിത്തം അന്യന്മാരുടെ ശബ്ദം നാം തിരിച്ചറിയുന്നു. അവരിൽ നിന്ന് അകന്നു ജീവിപ്പാനുള്ള ഒരു പ്രവണത നമ്മിലുണ്ടാകുന്നു. നാം നല്ലിടയൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ നടത്തുന്ന ഇടത്ത് മാത്രമേ നടക്കുവാൻ നാം ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ്റെ ശബ്ദം മാത്രമേ നാം തിരിച്ചറിയുന്നുള്ളൂ. ഈ കർത്താവിനെ വിട്ട്, ഈ നല്ല ഇടയനെ വിട്ട്, അവൻ്റെ ശബ്ദത്തെ ധിക്കരിച്ച് നമുക്ക് എവിടേക്ക് പോകുവാൻ കഴിയും? യഥാർത്ഥ ആടുകൾ ഇടയൻ്റെ ശബ്ദം മനസ്സിലാക്കുന്നു, പിൻഗമിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും നാം വായിക്കുന്നത് ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ്. കർത്താവുമായുള്ള ഒരു വിശ്വാസിയുടെ ആഴത്തിലുള്ള ഒരു ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറും കേൾവി മാത്രമല്ല, വിശ്വാസത്തിൻ്റെയും കർത്താവിനോട് വിധേയത്വത്തിൻ്റെയും ഒരു ബന്ധമാണത്. യേശുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുകയും അനുസരിക്കുകയും അപ്രകാരം യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഈ യേശുവിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ആടുകളായ നാം ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ പിന്നിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മോട് ഇതാണ് വഴി, ഇതിലേ നടന്നുകൊള്ളുക എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കർത്താവിൽ വിശ്വസിച്ച് അനുഗമിക്കുന്ന നമ്മെ ഒരിക്കലും ഈ കർത്താവ് തനിച്ചാക്കുന്നില്ല, നമ്മെ ഏകരായി വിടുന്നില്ല. നമ്മുടെ പാതകളിൽ അവൻ എപ്പോഴും വെളിച്ചമായിട്ട് ഉണ്ട്. അവൻ നമുക്ക് വഴികാട്ടിയായിട്ടുണ്ട്. അവൻ്റെ ശബ്ദം നമ്മുടെ ചെവികളിൽ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട് മാത്രം നമുക്ക് അവനെ അനുഗമിക്കാം. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.